നമ്മളെ ജീവിതം നല്ല സ്മൂത്തായിട്ട് കുറച്ച് വരുമാനമുള്ളെങ്കിൽ നമ്മൾ സന്തോഷമായി ജീവിച്ചു. ആ സ്വഭാവം ഒട്ടും നന്നില്ല. നിങ്ങൾ മാനസികമായിട്ട് വേദനിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. ഒരാളെ നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെ വിട്ടുപോകില്ല കേട്ടോ. നിങ്ങളെന്തായാലും അനുഭവിച്ചിരിക്കുക. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ അനിയൻ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത്. ശരി, ഞാൻ എൻ്റെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം അനിയന് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു കോൾ. കാരണം വർഷങ്ങളായിട്ട് ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ ചെയ്തിരുന്ന ആൾക്കാരാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അനിയനെ വിളിക്കണം. പിന്നെ വന്ന് കണ്ടപ്പോൾ പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് അനിയനെ പരിചയമുള്ള ആളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുമല്ല, എനിക്ക് കുറേ കാലമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത ആളാണ് കേട്ടോ. നല്ല പണം നന്നായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് എന്താണെന്നറിയില്ല, മനസ്സിന് ഭയങ്കര വിഷമം. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. വീട്ടിലെ എല്ലാവർക്കും അസുഖങ്ങൾ, അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം വളരെ എന്താ പറയുക, ഒരു ഡിപ്രഷനിലാണ്. അപ്പോൾ പറഞ്ഞത് എന്താണ്, ഞാൻ ഇതിങ്ങനെ ആയപ്പോൾ, പുള്ളി ഒരു മുസ്ലിം സഹോദരനാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ വെറുതെ അവരുടെ പള്ളിയിലെ, എനിക്ക് തോന്നുന്നു ഉസ്താദായിരിക്കുന്നു, ഞാൻ ആ വേർഡ് എനിക്ക് അത്ര ഓർമ്മയില്ല, കുറേ ആൾക്കാരുണ്ടല്ലോ അല്ലേ, കുറച്ച് പുരോഹിതന്മാരായിട്ട്, അങ്ങനെ ഉസ്താദാണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഉസ്താദ് പറഞ്ഞു, ഉസ്താദിനോട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ കടം കൊടുക്കാനുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് കൊടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം കൊടുത്ത് തീർക്കണം. അതല്ല, നിങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് വിളിച്ചിട്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷേ ഞാൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും തരും എന്നുള്ളൊരു വാക്കെങ്കിലും അവരോട് പറയണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ ചതിച്ച പൈസ അല്ലെങ്കിൽ കൊടുക്കാതെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മളുടെ എല്ലാത്തിലും പറയുന്നുണ്ട്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഹിന്ദുക്കളുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്, ഒരാളെ ചതിക്കരുത്, വഞ്ചിക്കരുത്. അതൊക്കെ മാനസികമായിട്ട് നമ്മൾക്ക് തന്നെ തിരിച്ച് വരും. പല പ്രശ്നങ്ങളായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. എല്ലാത്തിലും ഉള്ളതാണ്. എല്ലാ ക്രിസ്തു മതത്തിലും ഉള്ളതാണ്, ഹിന്ദു മതത്തിലും ഉണ്ട്, മുസ്ലിം മതത്തിലും, ഇസ്ലാം മതത്തിലും ഉണ്ട് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ചിലരൊന്നും ഇദ്ദേഹം ഒരു നല്ല രീതിയിലായതുകൊണ്ട് ഉസ്താദിനോട് പോയി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഉസ്താദ് എന്നായിരിക്കുന്നതാണ് എനിക്ക് വിചാരിക്കുന്നത്. എനിക്ക് ആ വാക്ക് ശരിക്കും ഓർമ്മയില്ല. ആയിരിക്കണം. ഒരു പള്ളിയിലെ ഒരു നല്ല സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണ്. നമ്മളെ ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും പിന്നെ കളിയാക്കാതെയും പരിഹസിക്കാതെയും പറ്റിക്കാതെയൊക്കെ ഇരുന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം നല്ല സ്മൂത്തായിട്ട് കുറച്ച് വരുമാനമുള്ളെങ്കിൽ നമ്മൾ സന്തോഷമായി ജീവിച്ചു പോകും. ഈ കോഴിക്കോട്ടിലെ അനിയനെ വിളിച്ച ആൾ വർഷങ്ങൾക്ക് മുമ്പ് അനിയന് ഒരു 7,000 8,000 സംതിങ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇത്ര കാലമായിട്ട് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഞാൻ കടം വാങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ബിസിനസ് നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാഷ് വന്നപ്പോൾ തിരിച്ച് കൊടുക്കാനുണ്ടായിരുന്നതാണ്. തിരിച്ച് തരാൻ എനിക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എന്തായാലും ഞാൻ സുഭാഷ് ഏട്ടൻ്റെ പൈസ ഞാൻ തിരിച്ചു തരും. ഇങ്ങനെ എൻ്റെ എന്താ പറയുക, പള്ളിയിലെ ഉസ്താദ് എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൊടുക്കാനുള്ളവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഇപ്പം എൻ്റെ കയ്യിൽ തരാനില്ല, അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ എന്തായാലും പൈസ തിരിച്ചു തരും എന്നെല്ലാം അദ്ദേഹം പറയാൻ വേണ്ടിയിട്ടായിരുന്നു അനിയനെ കാണാൻ പാലക്കാട് വരുന്നു എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ ഇപ്പോൾ കാണാമെന്ന് പറഞ്ഞ് വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ കാറിൽ വെച്ച് സംസാരിച്ചതായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി, അത് മനസ്സിലാക്കി. അങ്ങനെ ഒരു തിരിച്ചറിവിലൂടെ അദ്ദേഹം അത് എന്താ പറയുക, ആ ഒരു കാര്യം പരിഹരിക്കാൻ അദ്ദേഹം നോക്കി. അത് നല്ല വലിയൊരു മനസ്സാണ്. അങ്ങനെ ഉള്ളവരെ മുന്നേറുന്നു, ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുള്ളൂ. ഒരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഒരാൾ മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ആ രീതിയിൽ പ്രവർത്തിക്കുക, ജീവിക്കുക.
ജീവിതത്തിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇങ്ങനെ ഉസ്താദ് മാത്രമല്ല, നമ്മൾക്ക് തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം നമ്മൾ ചെയ്ത കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നു, നല്ലതായാലും ശരി മോശമായാലും ശരി. അപ്പോൾ അത് എന്നും മനസ്സിൽ വയ്ക്കുക, പരദൂഷണം പറയാതിരിക്കും. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു സമാധാനം കിട്ടും മനസ്സിന്. അപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ മാതിരിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അതേ നമ്മൾ ഒരു കാര്യമില്ലാതെ അയ്യോ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ, എന്ത് ചെയ്താലും ഒന്ന് ശരിയാവണ്ടല്ലോ, ബിസിനസ്സിൽ നന്നായി ഓടിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ്, പക്ഷെ പെട്ടെന്ന് ഒരു സ്ലോ ആയി, ഒന്നും അങ്ങോട്ട് വിചാരിച്ച പോലെ നടക്കുന്നില്ല, ഓർഡർ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലേതൊരു കുട്ടികൾക്ക് അസുഖം, ഭാര്യയ്ക്ക് അസുഖം, അമ്മയ്ക്ക് അസുഖം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടോ? കടം വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കാതെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും അത് തിരിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ മറന്ന പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അവരെ കണ്ടാൽ ഒന്നും മൈൻഡ് ചെയ്യാതെ പോലെ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം ബാധിക്കുന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്, നിങ്ങളിങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏതു നേരം ഭയങ്കര കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാർ, കഷ്ടപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും മാനസികമായി ചിലപ്പോൾ പണം ഉണ്ടാകും, മാനസികമായിട്ടൊരു സുഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പിന്നെ ഏതു നേരം അസുഖങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും നിങ്ങൾ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും പൈസ വാങ്ങിയിട്ട് അത് മനഃപൂർവ്വം കൊടുക്കാതെ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പം നിങ്ങൾ ഏറ്റവും അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് അവരെ വിളിച്ച് ഒന്ന് സംസാരിക്കുക. ഞാൻ നിങ്ങൾക്ക് പൈസ തരാനുണ്ട് കേട്ടോ, ഇപ്പം ഇല്ല, ഞാൻ എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കഴിയുന്നതും വേഗം അത് തന്നു തീർക്കും എന്നൊരു വാക്കെങ്കിലും അവരോട് വിളിച്ച് പറയുക. കാരണം നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് അവർ ആ പൈസ നിങ്ങൾക്ക് തന്നിരിക്കണം, അല്ലേ? നമ്മൾ ഒരാൾ കടം ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ലെങ്കിലും ശരി കുറച്ച് നേരത്തേക്കല്ലേ അവർ പറഞ്ഞ സമയത്തിന് കൊണ്ടു തരുമല്ലോ എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചില നിമിഷങ്ങളിൽ നമ്മൾ വിശ്വസിച്ച് പോകും. അങ്ങനെ നമ്മൾ അവർക്ക് പൈസ കൊടുക്കും, അല്ലേ? ചിലപ്പോൾ അവർക്കും ആ സമയത്ത് തരാൻ പറ്റാതെ ആയിരിക്കും അവർ തരാത്തത്. ചിലപ്പോൾ വേണ്ട, അവരത്ര കാര്യമാക്കാതെ വിടുമോ, അല്ലെങ്കിൽ അവർക്ക് പൈസയുണ്ട്, ഇപ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവർ വേറെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവർ ഓർക്കുക, നിങ്ങൾക്ക് ഭയങ്കര ആപത്തും ബുദ്ധിമുട്ടുകളും നിങ്ങൾ നേരിടേണ്ടി വരും. മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും പല ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിത് നേരത്തെ അറിയാട്ടോ. അപ്പോൾ ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, ഒരാളെ മാനസികമായി നമ്മൾ വേദനിപ്പിച്ചാലും ചിലവരൊരു സ്വഭാവമുണ്ട്, ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും ഒന്നിങ്ങനെ ഇങ്ങനെ കൊളുത്തിക്കൊണ്ടിരിക്കണം, അവരെങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആ സ്വഭാവം ഒട്ടും നന്നല്ല. നിങ്ങൾ മാനസികമായിട്ട് വേദനിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഓരോ പ്രശ്നങ്ങളും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അങ്ങനെ ആരെങ്കിലുമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ മാനസികമായിട്ട്? വെറുതെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവരെ ഒന്ന് കളിയാക്കിയ പോലെ സംസാരിക്കുന്നുണ്ടോ? ഒന്ന് എന്താ പറയുക, ഒന്ന് വെച്ച് പറയുക, ഒന്ന് ആക്കി പറയുക, മനഃപൂർവ്വം അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വെറുതെ അവർക്കൊരു സുഖമാണ്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു സമാധാനം കിട്ടുന്ന പോലെയാണ്. പക്ഷെ എന്തുമാത്രം നിങ്ങളെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങളതിനെ ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ മാനസികമായി ഇടയ്ക്കിടയ്ക്ക് വേദനിപ്പിക്കുന്നുണ്ടോ? പരിഹസിക്കാറുണ്ടോ? കളിയാക്കാറുണ്ടോ? ചതിക്കാറുണ്ടോ? പൈസ വാങ്ങിയ പൈസ കൊടുക്കാതെ ഇരിക്കുന്നുണ്ടോ? അങ്ങനെ എന്ത് കാര്യം ഒരാളെ നിങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വേദനിപ്പിക്കുകയോ ചതിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങളെ വിട്ടുപോകില്ല കേട്ടോ. നിങ്ങളെന്തായാലും അനുഭവിച്ചിരിക്കും, നമ്മളെന്തായാലും അത് അനുഭവിച്ചിരിക്കും, നിങ്ങളെന്നല്ല ഈ ഞാനടക്കം. പക്ഷേ എനിക്കത് പണ്ടേ കുട്ടിയിലെ നമ്മളൊക്കെ ഓരോന്നും ആലോചിച്ച് നമ്മളുടെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തരുന്നതുകൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്, അത് നമുക്കൊരു നമ്മുടെ ജീവിതത്തിലേക്ക് ശാപമായി വരും
നമുക്ക് ദുഃഖിക്കേണ്ടി വരും, പലതരത്തിലും ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ അമ്മയും മുത്തശ്ശിയും നമ്മൾ കഥകളിലും എല്ലാം വായിച്ചത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും നമ്മളാരും ഉപദ്രവിക്കാൻ പോകാറില്ല കേട്ടോ. മാനസികമായിട്ട് എല്ലാവരും നമ്മളെ ഉപദ്രവിക്കും, മാനസികമായി കളിയാക്കാറുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ സഹിക്കും. തീരെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ അവരുമായിട്ടുള്ള ബന്ധേ നമ്മൾ വേണ്ടാതാവും. കാരണം എന്താവശ്യത്തിനാണ് വെറുതെ അവരുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്. നമ്മളും അത് കേൾക്കുമ്പോൾ കുറേ കേൾക്കുമ്പോൾ നമുക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള കണക്ഷനെ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. അതല്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. ഓൾറെഡി കഴിഞ്ഞ ജന്മത്തെ കർമാസേ ഉണ്ടാവും നമ്മൾക്ക് അനുഭവിക്കുക. അതിൻ്റെ കൂടെ ഈ പ്രാവശ്യം ചെയ്യുന്നത് കൂടി നമ്മൾ കൂടി വരികയാണ് പല പ്രശ്നങ്ങളും. നമ്മൾ ഈ ജന്മം അനുഭവിക്കുന്നതും ചെയ്യുന്ന കർമാസ് കുറച്ച് നമ്മൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിക്കുന്ന കർമാസ് എന്തായാലും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിയുന്നതും നമ്മളെങ്ങനെയാണ് സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നോ അതേപോലെ തന്നെയാണ് മറ്റുള്ളവരും ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മൾക്ക് എന്നും ഉണ്ടാകണം. അല്ലാതെ നമ്മൾക്ക് മാത്രമല്ല സുഖം സന്തോഷമൊക്കെ വേണ്ടത്, കാരണം മറ്റുള്ളവരുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുത്താതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അങ്ങനെ ഒരു തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ നോക്കുക. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ചൊന്ന് ക്ഷമിക്കാൻ പറയുക. നമ്മളങ്ങനെ ചെയ്ത മനുഷ്യനല്ലേ, തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരാ ഉള്ളത് അല്ലേ? ഇപ്പോൾ പെട്ടെന്നൊരു തിരിച്ചറിവ് വരുമ്പോഴായിരിക്കും നമ്മളതിനെപ്പറ്റി ഓർക്കുക. ചിലവർക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവരങ്ങനെ അതും കൊണ്ട് തുടർന്നു പോകും. അല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞാൽ അവർ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് പല ബുദ്ധിമുട്ടുകളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കും. അവർക്ക് അറിയുന്നില്ല. അവരറിഞ്ഞാലും ഇതൊക്കെ വെറുതെയാണ്, ഇതിപ്പോൾ ഞാൻ അനുഭവിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ തിരുത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഒന്ന് നോക്കിക്കളയാമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും കൊണ്ടുവരിക. ഒപ്പം ഭക്തി എന്നും കൂടെ ഉണ്ടാകുക. ഒരു 10 മിനിറ്റെങ്കിലും ഭഗവാനെ നമ്മൾ വിചാരിക്കുക, നാമം ജപിക്കുക, അതിൽ ലയിച്ചിരിക്കുക, ഭക്തിഗാനങ്ങൾ കേൾക്കുക. ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.